അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി ലൂക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 28 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. എനിക്ക് 5 സഹോദരന്മാരുണ്ട്, അവരും ഈ യാതനാസ്ഥലത്ത് വരാതിരിപ്പാൻ അവൻ അവരോട് സാക്ഷ്യം പറയട്ടെ എന്ന് പറഞ്ഞു. അബ്രഹാം അവനോട്, അവർക്ക് മോശയും പ്രവാചകന്മാരുമുണ്ടല്ലോ, അവരുടെ വാക്ക് അവർ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. അതിന് അവൻ, അല്ലല്ല അബ്രഹാം പിതാവേ, മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് അവരുടെ അടുക്കൽ ചെന്നുവെങ്കിൽ അവർ മാനസാന്തരപ്പെടുമെന്ന് പറഞ്ഞു. അവൻ അവനോട്, അവർ മോശയുടെയും പ്രവാചകന്മാരുടെയും വാക്ക് കേൾക്കാഞ്ഞാൽ മരിച്ചവരിൽ നിന്നും ഒരുത്തൻ എഴുന്നേറ്റ് ചെന്നാലും വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു. അനുഗ്രഹിക്കപ്പെട്ട വേദവാക്യങ്ങളാണ് നാം ഇപ്പോൾ കേട്ടുകൊണ്ടിരുന്നത്. യേശു ഈ സംഭവത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നത് ഇപ്രകാരമാണ്: ധനവാനായ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. ധനവാന്റെ പേര് ഇവിടെ കാണുന്നില്ല. ലൂക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 19-ാം വാക്യത്തിൻ്റെ തുടക്കമാണ് നാം കേട്ടത്. ജീവപുസ്തകത്തിൽ പേരുള്ളവരുടെ പേരുകൾ ദൈവം ഓർത്തിരിക്കും, മറ്റുള്ളവരുടെ പേരുകൾ ദൈവം മറക്കുന്നവനാണെന്നല്ല, പക്ഷേ ഓർക്കുവാൻ തക്കവണ്ണം കർത്താവ് അവരുടെ പേരുകൾക്ക് പ്രാധാന്യം നൽകുന്നില്ല. ഓരോരുത്തരെയും ന്യായവിധി സമയത്ത് മാത്രം ഓർക്കുവാൻ തക്കവണ്ണം അവരുടെ പേരുകൾ മണ്ണിൽ എഴുതി വയ്ക്കുമെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. എന്നെ വിട്ടു പോകുന്നവരെ മണ്ണിൽ എഴുതി വയ്ക്കും, അവർ ജീവനുള്ള വെള്ളത്തിൻ്റെ ഉറവയായ യഹോവയെ ഉപേക്ഷിച്ച് കളഞ്ഞുവല്ലോ എന്ന് യിരെമ്യാ പ്രവചനം 17-ാം അധ്യായം 13-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ ധനവാൻ പ്രമാണം അനുസരിക്കാത്തവനായിരുന്നു എന്ന് ചിന്തിക്കുന്നതിൽ തെറ്റില്ല. ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ അവൻ്റെ ജീവിതത്തിൽ ഉല്ലാസവും തപ്പും കിന്നരവും വീഞ്ഞും ഉണ്ടായിരുന്നുവെങ്കിലും യേശുവിന് അവൻ്റെ ഹൃദയത്തിലോ ഭവനത്തിലോ യാതൊരു സ്ഥാനവും ഉണ്ടായിരുന്നില്ല. എന്നാൽ അവൻ മരിച്ച യാതനാസ്ഥലത്ത് യാതന അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഇവൻ മരിച്ചപ്പോൾ ഇവൻ്റെ 5 സഹോദരന്മാരും നല്ല ശവസംസ്കാരം കൊടുത്തു. അവൻ മരിച്ച് അടക്കപ്പെട്ടു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ ധനവാന്റെ പടിപ്പുരയ്ക്കൽ ലാസർ എന്നു പേരുള്ളൊരു ദരിദ്രൻ വ്രണം നിറഞ്ഞവനായി വിശപ്പ് കൊണ്ട് കിടക്കുന്നുണ്ടായിരുന്നു. ധനവാന്റെ മേശയിൽ നിന്നും എന്തെങ്കിലും ഭക്ഷിക്കുവാൻ ലഭിക്കുമെന്ന ആശയിലാണ് അവൻ അവിടെ കിടന്നിരുന്നത്. നായ്ക്കളും അവൻ്റെ വ്രണങ്ങൾ നക്കും. അത്ര കഷ്ടതയാണ് അവൻ അനുഭവിച്ചത്. അവൻ മരിച്ചു. അവനെ ആരും മൈൻഡ് ചെയ്തില്ല, കാരണം അവനെ അടക്കി എന്ന് രേഖപ്പെടുത്തിയിട്ടില്ല. ആരൊക്കെയോ പൊതുശ്മശാനത്തിൽ ദഹിപ്പിച്ചു കാണും. എന്നാൽ ആരും പ്രാധാന്യം കൊടുക്കാതിരുന്ന ലാസറിനെ വളരെ പ്രാധാന്യത്തോടെ ദൈവത്തിൻ്റെ ദൂതന്മാർ അബ്രഹാമിൻ്റെ മടി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന വിശ്രമ സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അവനവിടെ വിശ്രമിക്കുകയാണ്. ഈ സമയത്ത് യാതനാസ്ഥലത്ത് കിടന്ന് കഷ്ടത അനുഭവിക്കുന്ന ധനവാൻ അങ്ങ് ദൂരെ അബ്രഹാം പിതാവിനെയും ലാസറിനെയും കാണുന്നു. ഇതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം, നാം മരിച്ചു കഴിഞ്ഞാൽ ഇനി പാപം ചെയ്ത് മരിച്ച വ്യക്തിയാണെങ്കിലും വളരെ ദൂരത്തേക്ക് കാണുവാൻ കഴിയും എന്നാണ്. ധനവാൻ യാതനാസ്ഥലത്ത് കഷ്ടം അനുഭവിക്കുന്നു, ലാസർ ആശ്വസിക്കുന്നു എന്ന വാക്കിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, നാം മരിച്ചാലും നമ്മുടെ ആത്മാവിന് ആശ്വാസവും വേദനയും അനുഭവിക്കുവാൻ കഴിയും എന്നാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 24-ാം വാക്യത്തിൽ ധനവാൻ വിളിച്ചു പറയുകയാണ്, അബ്രഹാം പിതാവേ, എന്നോട് കനിവുണ്ടാകണമേ എന്ന്. ഇതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത്, നാം മരിച്ചാലും നമുക്ക് സംസാരിക്കുവാനും അപേക്ഷിക്കുവാനും കരയുവാനും വേദന അനുഭവിക്കുവാനും കഴിയും എന്നാണ്. അബ്രഹാം അതിന് കൊടുക്കുന്ന ഉത്തരം, നിൻ്റെ ആയുസ്സിൽ നീ നന്മയും ലാസർ തിന്മയും പ്രാപിച്ചുവെന്ന് ഓർക്കുക. ഈ വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, നാം മരിച്ചാലും നമുക്ക് ഓർമ്മശക്തി ഉണ്ടാകും എന്നാണ്. ഇപ്പോൾ ലാസർ ഇവിടെ ആശ്വസിക്കുന്നു, നീയോ വേദന അനുഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ തുടർമാനമായ നിത്യമായ ആശ്വാസവും നിത്യമായ വേദനയും അത് അർഹിക്കുന്നവർക്ക് മരിച്ചാലും ഉണ്ടാകും എന്നാണ്. അബ്രഹാം പിതാവിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ യാതനാസ്ഥലത്ത് വേദനിച്ചു കൊണ്ടിരുന്ന ധനവാൻ പറയുകയാണ്, തനിക്ക് ആശ്വാസം ലഭിക്കുകയില്ല എങ്കിൽ എൻ്റെ 5 സഹോദരന്മാർ വീട്ടിലുണ്ട്, അവർ ഈ യാതനാസ്ഥലത്ത് വരാതിരിക്കുവാൻ ലാസറിനെ അവരുടെ അടുക്കിലേക്ക് അയക്കണമേ. ഈ ഭാഗത്തു നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, മരിച്ച് യാതനാസ്ഥലത്ത് കിടന്ന് യാതന അനുഭവിക്കുന്ന വ്യക്തി എത്ര നിലവിളിച്ചാലും ഒരു രക്ഷയും ലഭിക്കുകയില്ല എന്നാണ്. ഇനി ജീവനോട് ഇരിക്കുന്ന തൻ്റെ 5 സഹോദരന്മാരും ചേർന്ന് പ്രാർത്ഥിക്കുകയോ നേർച്ച നേരുകയോ ചെയ്താലും യാതൊരു പ്രയോജനവും ഉണ്ടാവുകയില്ല. തന്നെയുമല്ല, മറ്റേത് വിശുദ്ധനേക്കാളും വലിയ വിശുദ്ധനും ദൈവത്തിൻ്റെ സ്നേഹിതനുമായ അബ്രഹാം പിതാവ് വിചാരിച്ചാലും യാതനാസ്ഥലത്ത് കിടന്ന് യാതന അനുഭവിക്കുന്നവരെ
അവിടെ നിന്നും രക്ഷിക്കുവാൻ ആർക്കും കഴിയുകയില്ല എന്നാണ്. ധനവാന്റെ വേദന നിറഞ്ഞ പ്രാർത്ഥന കേട്ടപ്പോൾ അബ്രഹാം പിതാവിന് അവനോട് കരുണ തോന്നിയില്ല. തന്നെയുമല്ല, ജീവിച്ചിരുന്നപ്പോൾ യാതനാ സ്ഥലത്ത് വരാതിരിക്കുവാനായി ഒത്തിരി അവസരം ദൈവം ധനവാന് കൊടുത്തിരുന്നു. ധനവാന്റെ സഹോദരന്മാർക്ക് മോശയുടെയും പ്രവാചകന്മാരുടെയും പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ഈ ഭാഗങ്ങളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനാൽ ധനവാനും മോശയുടെ ന്യായപ്രമാണ പുസ്തകം ഉണ്ടായിരുന്നു. അവൻ ലോക ഇമ്പങ്ങൾക്കൊത്തവണ്ണം ജീവിച്ചു, ലോകസുഖം ആസ്വദിച്ച് സുഖിച്ചുകൊണ്ടിരുന്നതിനാൽ ദൈവവചനത്തിന് പ്രാധാന്യം കൊടുത്തില്ല. ഇന്ന് അനേകരും ചിന്തിക്കുന്നത് പോലെ ഇതെല്ലാം വെറുതെ പറയുന്നതാണെന്ന് ധനവാനും ചിന്തിച്ചു. എന്നാൽ യാതനാ സ്ഥലത്ത് ചെന്നപ്പോഴാണ് അവൻ തിരിച്ചറിഞ്ഞത്, താൻ ജീവനോടെ ഇരുന്നപ്പോൾ കേട്ട ന്യായപ്രമാണത്തിൽ നിന്നുള്ള പ്രസംഗങ്ങളും ദൈവത്തിൻ്റെ കൽപ്പനകളും സത്യമായിരുന്നു എന്ന്. തനിക്കെല്ലാം ബോധ്യമായി. പാപം ചെയ്ത് ജീവിച്ചാൽ നിത്യനരകത്തിൽ പോകേണ്ടി വരുമെന്ന അനേക സുവിശേഷ പ്രസംഗം ധനവാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാം ശ്രദ്ധിക്കുന്നതിനേക്കാൾ, അതെല്ലാം അനുസരിക്കുന്നതിനേക്കാൾ ആട് അറുക്കുക, കോഴിയെ അറുക്കുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്നതായിരുന്നു ധനവാന്റെ ലക്ഷ്യം. ഇപ്പോൾ ധനവാന് കാര്യം വ്യക്തമായി മനസ്സിലായി. അവൻ യാതനാസ്ഥലത്ത് അഗ്നിയിൽ കിടന്നുകൊണ്ട് നിലവിളിക്കുകയാണ്. തന്നെ സഹായിക്കുവാൻ ലാസറെ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്നാൽ ലാസറെ അബ്രഹാം അയച്ചില്ല. ഒടുവിൽ ധനവാൻ പറയുകയാണ്, ലൂക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 27-ാം വാക്യത്തിൽ കൂടി, എന്നാൽ ലാസറെ എൻ്റെ 5 സഹോദരന്മാരുടെ അടുക്കിലേക്ക് അയച്ച് അവരോട് ലാസർ സാക്ഷ്യം പറയട്ടെ എന്ന്. ഈ സമയം അബ്രഹാം പിതാവ് പറയുന്ന വാക്കുകളാണ്, അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ, അവരുടെ വാക്കുകൾ അവർ കേൾക്കട്ടെ എന്ന്. മോശയുടെയും പ്രവാചകന്മാരുടെയും പുസ്തകങ്ങളെക്കുറിച്ചാണ് അബ്രഹാം പിതാവ് പ്രസ്താവിച്ചത്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 29-ാം വാക്യത്തിലാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, ലാസറും ധനവാനും ഇവിടെ എങ്ങനെ ജീവിച്ചുവോ അതിനനുസരിച്ച് അവരവരുടെ പ്രവൃത്തിക്കടുത്ത പ്രതിഫലം ദൈവം അവർക്ക് കൊടുത്തു. ആ പ്രതിഫലം സ്ഥിരമാണ്, ആർക്കും മാറ്റുവാൻ കഴിയുകയില്ല. ഒരേ ഒരു മാറ്റം മാത്രമേ അവർക്ക് ഇരുവർക്കും ഉണ്ടാവുകയുള്ളൂ. അന്ത്യന്യായവിധിയിൽ ധനവാൻ യാതനാസ്ഥലത്തു നിന്ന് നിത്യനരകത്തിലേക്കും ലാസർ അബ്രഹാമിൻ്റെ മടി എന്ന പേര് അറിയപ്പെട്ടിരുന്ന വിശ്രമസ്ഥലത്തു നിന്നും ദൈവരാജ്യത്തിലെ നിത്യസന്തോഷത്തിലേക്കും മാറ്റപ്പെടും. ലാസർ തിരഞ്ഞെടുത്ത വഴിയാണ് അവനെ വിശ്രമത്തിലേക്ക് എത്തിച്ചത്. ധനവാൻ തിരഞ്ഞെടുത്ത വഴി അവനെ യാതനാസ്ഥലത്ത് എത്തിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, നാം ഏത് വഴിയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് നമുക്ക് നല്ല ആരോഗ്യമുള്ള സമയത്ത് തന്നെ പരിശോധിക്കണം. വിശാലമായ വഴിയാണ് നാം ലക്ഷ്യം വയ്ക്കുന്നതെങ്കിൽ പ്രത്യേകിച്ച് നാം ഒന്നും ചെയ്യേണ്ട, പാപത്തിൽ മുഴുകി ജീവിച്ചാൽ മതി. എന്നാൽ ആ വഴി ചെന്നെത്തുന്നത് ആദ്യം യാതനാസ്ഥലത്തും അവസാനം നിത്യനരകത്തിലും ആയിരിക്കുമെന്ന് മനസ്സിലാക്കുകയാണ്. എന്നാൽ ഇടുങ്ങിയ വഴിയാണ് നാം തിരഞ്ഞെടുത്തതെങ്കിൽ നാം ചെന്ന് എത്തുന്നത് ആദ്യം പറുദീസയിലും ഒടുക്കം പിതാവിൻ്റെ രാജ്യത്തിൽ നിത്യസന്തോഷത്തിലേക്കും ആയിരിക്കും. ഇനി നാം ഏത് വഴിയിലാണ് യാത്ര ചെയ്യുന്നതെന്ന് നമുക്ക് പരിശോധിക്കുവാനായി മോശയുടെ പുസ്തകത്തിലേക്ക് കടന്നു വരാം. ലേവ്യ പുസ്തകം 19-ാം അധ്യായം 2-ാം വാക്യത്തിൽ പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, നിങ്ങളുടെ ദൈവമായ യഹോവ എന്ന ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ. ലേവ്യ പുസ്തകം 19-ാം അധ്യായം 3-ാം വാക്യത്തിൽ നിങ്ങൾ ഓരോരുത്തരും താൻ്റെ അമ്മയെയും അപ്പനെയും ഭയപ്പെടണമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ലേവ്യ പുസ്തകം 19-ാം അധ്യായം 4-ാം വാക്യത്തിൽ വിഗ്രഹങ്ങളുടെ അടുക്കിലേക്ക് തിരിയരുത് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. യേശു ദൈവമാണ്. എന്നാൽ ഭൂമിയിൽ ആയിരുന്നപ്പോൾ യേശു മനുഷ്യരൂപത്തിലായിരുന്നതിനാൽ അവൻ്റെ വിഗ്രഹം ഉണ്ടാക്കിയാൽ അത് ആണിൻ്റെ രൂപമായിരിക്കും ഉണ്ടാക്കുന്നത്. ആ രൂപം ആവർത്തന പുസ്തകം 4-ാം അധ്യായം 16-ാം വാക്യത്തിൻ്റെ ലംഘനമാണ് എന്ന് നാം ഓർക്കുകയാണ്. ദേവന്മാർ നിങ്ങൾക്ക് വാർത്തുണ്ടാക്കരുത് എന്ന് ലേവ്യ പുസ്തകം 19-ാം അധ്യായം 4-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ലേവ്യ പുസ്തകം 19-ാം അധ്യായം 11 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ മോഷ്ടിക്കരുത്, ചതിക്കരുത്, ഒരുത്തനോടൊരുത്തൻ ഭോഷ്കു പറയരുത്, എൻ്റെ നാമത്തെ കൊണ്ട് കള്ളസത്യം ചെയ്ത് നിൻ്റെ ദൈവത്തിൻ്റെ നാമത്തെ അശുദ്ധമാക്കരുത്, ഞാൻ യഹോവയാകുന്നു. കൂട്ടുകാരനെ പീഡിപ്പിക്കരുത്, അവൻ്റെ വസ്തു കവർച്ച ചെയ്യരുത്, കൂലിക്കാരൻ്റെ കൂലി പിറ്റേന്ന് രാവിലെ വരെ നിൻ്റെ പക്കൽ ഇരിക്കരുത്, ചെകിടനെ ശപിക്കരുത്, കുരുടൻ്റെ മുമ്പിൽ ഇടർച്ച വയ്ക്കരുത്. നിൻ്റെ ദൈവമായ യഹോവയെ ഭയപ്പെടണം, ഞാൻ യഹോവയാകുന്നു. ന്യായവിസ്താരത്തിൽ അന്യായം ചെയ്യരുത്, എളിയവൻ്റെ മുഖം നോക്കാതെയും വലിയവൻ്റെ മുഖം ആദരിക്കാതെയും നിൻ്റെ കൂട്ടുകാരനെ നീതിയോടെ ന്യായം വിധിക്കണം. നിൻ്റെ ജനത്തിൻ്റെ ഇടയിൽ ഏഷണി പറഞ്ഞ് നടക്കരുത്, കൂട്ടുകാരൻ്റെ മരണത്തിനായി നിഷ്കർഷിക്കരുത്, ഞാൻ യഹോവയാകുന്നു.
സഹോദരനെ നിന്റെ ഹൃദയത്തിൽ ദ്വേഷിക്കരുത്. കൂട്ടുകാരൻ്റെ പാപം നിന്റെ മേൽ വരാതിരിപ്പാൻ അവനെ താല്പര്യമായി ശാസിക്കണം. പ്രതികാരം ചെയ്യരുത്. നിന്റെ ജനത്തിൻ്റെ മക്കളോട് പക വയ്ക്കരുത്. കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. ഞാൻ യഹോവയാകുന്നു. നിങ്ങൾ എൻ്റെ ചട്ടങ്ങൾ പ്രമാണിക്കണം. 2 തരം മൃഗങ്ങളെ ഇണചേർക്കരുത്. നിന്റെ വയലിൽ കൂട്ടുവിത്ത് വിതയ്ക്കരുത് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ലേവ്യ പുസ്തകം 19 അധ്യായം 26 മുതൽ ഉള്ള വാക്യങ്ങളിൽ രക്തത്തോടു കൂടിയുള്ളത് തിന്നരുത്, ആഭിചാരം ചെയ്യരുത്, മുഹൂർത്തം നോക്കരുത് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ലേവ്യ പുസ്തകം 19 അധ്യായം 28 വാക്യത്തിൽ മരിച്ചവർക്ക് വേണ്ടി ശരീരത്തിൽ മുറിവുണ്ടാക്കരുത്, മേയ്മേൽ പച്ച കുത്തരുത് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ലേവ്യ പുസ്തകം 19 അധ്യായം 31 വാക്യത്തിൽ വെളിച്ചപ്പാടന്മാരുടെയും മന്ത്രവാദികളുടെയും അടുക്കൽ പോകരുത്, അവരാൽ അശുദ്ധരായി തീരുവാൻ തക്കവണ്ണം അവരെ അന്വേഷിക്കുകയും അരുത്, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു എന്നും. ലേവ്യ പുസ്തകം 19 അധ്യായം 32 വാക്യത്തിൽ നരച്ചവൻ്റെ മുമ്പാകെ എഴുന്നേൽക്കുകയും വൃദ്ധൻ്റെ മുഖത്തെ ബഹുമാനിക്കുകയും നിന്റെ ദൈവത്തെ ഭയപ്പെടുകയും വേണം എന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു. ലേവ്യ പുസ്തകം 19 അധ്യായം 35 36 വാക്യങ്ങളിൽ ന്യായവിസ്താരത്തിലും അളവിലും തൂക്കത്തിലും നിങ്ങൾ അന്യായം ചെയ്യരുത്, ഒത്ത ത്രാസും ഒത്ത കട്ടിയും ഒത്ത പറയും ഒത്ത ഇടങ്ങഴിയും നിങ്ങൾക്കുണ്ടായിരിക്കണം എന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു. മോശയുടെ പുസ്തകങ്ങളിലെ ലേവ്യ പുസ്തകം 19 അധ്യായത്തിൽ നിന്നുള്ള ചില പ്രമാണങ്ങളാണ് നാം കേട്ടുകൊണ്ടിരുന്നത്. ഈ പ്രമാണം യാതനാ സ്ഥലത്ത് കിടന്ന് വേദനപ്പെടുന്ന ധനവാൻ ഉപേക്ഷയായി വിചാരിച്ചു. എന്നാൽ അവൻ്റെ വീടിൻ്റെ പടിപ്പുരയിൽ ദീനവും വിശപ്പും മൂലം കഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ലാസർ ദൈവത്തിൻ്റെ പ്രമാണം അനുസരിച്ചിരുന്നു. ആർക്കും ദരിദ്രനായ ലാസറിനോട് കരുണ തോന്നിയില്ല. അവൻ ന്യായപ്രമാണം അനുസരിക്കുന്നവനാണെങ്കിലും ഈ ഭൂമിയിൽ അവൻ ആയിരുന്നപ്പോൾ ദൈവം അവൻ്റെ സ്ഥിതിക്ക് ഭേദം വരുത്തുകയോ അവൻ്റെ വ്രണങ്ങൾ മാറ്റിക്കൊടുക്കുകയോ ചെയ്തില്ലായിരുന്നു. അതെല്ലാം താൽക്കാലിക പ്രതിസന്ധികൾ മാത്രമാണെന്ന് ദൈവത്തിനും അവൻ്റെ മകനായ ലാസറിനും കൃത്യമായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ദൈവം അവൻ്റെ ആത്മാവിനെ അബ്രഹാമിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോയി സ്വസ്ഥത കൊടുത്തു. എന്നാൽ ദൈവവചനത്തെ അനുസരിക്കാതെ ധിക്കാരം പൂണ്ട് പാപം ചെയ്ത് സുഖിച്ചുകൊണ്ടിരുന്ന ധനവാനെ ഭൂമിയിൽ വെച്ച് ദൈവം അവൻ്റെ തെറ്റുകൾക്ക് ശിക്ഷിച്ചില്ല. എന്നാൽ അവൻ മരിച്ചപ്പോൾ അവൻ യാതനാസ്ഥലത്ത് എത്തിപ്പെടേണ്ടി വന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, ഇനി പറയൂ, ഏത് വഴിയിൽ കൂടെയാണ് നാം യാത്ര ചെയ്യുന്നത്? ധനവാൻ യാത്ര ചെയ്ത അനുസരണക്കേടിൻ്റെ വഴിയിലാണോ? നിശ്ചയമായും ചെന്ന് എത്തുന്ന സ്ഥലം യാതനാസ്ഥലവും ഒടുക്കം ഗന്ധകം കത്തുന്ന തീ പൊയ്കയും ആയിരിക്കും. എന്നാൽ ആരാലും മാനിക്കപ്പെടാതെ ജീവിക്കുകയും ന്യായപ്രമാണത്തെ വലിയ കൊള്ള കിട്ടിയതിനേക്കാൾ സ്നേഹിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണോ എന്നെ കേൾക്കുന്നത്? ധൈര്യമായി മുന്നോട്ട് പോയിക്കൊള്ളുക. നിശ്ചയമായും ആ വഴി സ്വർഗത്തിലെ അപ്പൻ്റെ ഭവനത്തിലേക്കായിരിക്കും ചെന്നെത്തുന്നത്. ആകയാൽ ദൈവത്തിൻ്റെ പ്രമാണം അനുസരിച്ച് ജീവരക്ഷ പ്രാപിപ്പാൻ നമുക്ക് ഉത്സാഹിക്കാം. കർത്താവ് നമ്മെ അതിന് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി ഇങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ വ്യസനത്തോടെ ജീവിക്കുന്നെങ്കിൽ അങ്ങ് അവർക്ക് സമാധാനം കൊടുക്കണമേ, പ്രത്യാശ കൊടുക്കണമേ. അങ്ങയുടെ വചനം വായിക്കുവാനും ഗ്രഹിക്കുവാനും അതിന് പ്രകാരം ജീവിക്കുവാനും അടിയനെ കേൾക്കുന്ന അങ്ങയുടെ മക്കൾക്കും കൃപ തരണമേ. സാത്താൻ്റെ വഞ്ചനയിൽ നിന്നും അടിയനെ കേൾക്കുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങളെ രക്ഷിക്കണമേ. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. സമാധാനമില്ലാത്തവർക്ക് സമാധാനം കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.